ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് എല്ലാ കുടുംബങ്ങളെയും ഒന്ന് ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. പ്രത്യേകിച്ച് ഈ സമയം രോഗികളായിരിക്കുന്നവരെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞെരുങ്ങുന്നവരെ, സമാധാനമില്ലാതെ വേദനിക്കുന്നവരെ, ദൈവമേ നീ തുണയാകണം. നിന്റെ സാന്നിധ്യവും സാമീപ്യവും സ്നേഹവും കരുണയും എല്ലാ കുടുംബങ്ങളിലേക്കും നീ ഒഴുക്കണം. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമേ, വിവാഹമെന്ന കൂദാശയെ സ്ഥാപിച്ച ദൈവമേ, അങ്ങയുടെ പ്രത്യേകമായ അനുഗ്രഹത്തിനായി എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, സകല വിശുദ്ധരെ, ഈ മണിക്കൂറിനെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നമുക്കറിയാം, ഈ വർഷം കുടുംബവർഷമായിട്ട് തിരുസഭ ആചരിക്കുകയാണ്. കുടുംബവർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുടുംബങ്ങളെ ഗാർഹിക സഭ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കുടുംബത്തിന്റെ വിശുദ്ധിയും നവീകരണവും അനുസരിച്ച് മാത്രമേ തിരുസഭയുടെ വിശുദ്ധിയും നവീകരണവും നിലനിൽക്കുന്നുള്ളൂ എന്ന് കൗൺസിൽ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കുടുംബങ്ങളെക്കുറിച്ച്, വിവാഹമെന്ന കൂദാശയെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. വിവാഹം ദൈവം എവിടെയാണ് സ്ഥാപിച്ചത്? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ തിരഞ്ഞു നിൽക്കുന്ന മനോഹരമായൊരു രംഗമുണ്ട്. പുരുഷനെ സൃഷ്ടിച്ച് ദൈവം ചിന്തിക്കുകയാ, ഇവൻ തനിച്ചല്ലേയുള്ളൂ. മനുഷ്യന്റെ ഏകാന്തതയ്ക്കുള്ള ഉത്തരമായിരുന്നു വാസ്തവത്തിൽ വിവാഹം എന്ന കൂദാശ. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. ദൈവം കണ്ടതൊന്നും ഇന്നോളം തെറ്റിയിട്ടില്ല. ദൈവം കണ്ടതിന്റെ ഉത്തരമായിരുന്നു സ്ത്രീയുടെ സൃഷ്ടിയെങ്കില് സ്ത്രീയെ പുരുഷന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പുരുഷൻ ആലപിക്കുന്ന മനോഹരമായൊരു പ്രേമകാവ്യമുണ്ട്. ഇതാ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഇത്ര മനോഹരമായിട്ട് ആരാണ് സ്ത്രീയെ നിർവചിച്ചിട്ടുള്ളത്? മനുഷ്യന്റെ ഏകാന്തതയ്ക്കുള്ള ഉത്തരമായി ചരിത്രത്തിൽ കുടുംബം ആരംഭിക്കുകയായി. അങ്ങനെയെങ്കിൽ പുരുഷന്റെ ഏകാന്തതയകറ്റാനുള്ള ദൗത്യമാണ് സ്ത്രീയുടെ ആദ്യത്തെ ദൗത്യം. സ്ത്രീയെ തന്റെ തുണയായും ഇണയായും സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഐക്യത്തിൽ അവളെ അംഗീകരിക്കുകയാണ് പുരുഷന്റെ ദൗത്യം. ഇവിടെ മാത്രമാണ് കുടുംബത്തിന്റെ ദൗത്യം ആരംഭിക്കുക. മനുഷ്യന്റെ ഏകാന്തതയ്ക്കുള്ള ഉത്തരമായി കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഐക്യം, ആ യോജിപ്പ്, അതാണ് എന്നും അവരുടെ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, വിവാഹം ഒരു ദൈവവിളിയാണ്. പലപ്പോഴും സന്യാസത്തെ ദൈവവിളിയെന്ന് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ സന്യാസവിളി എന്ന് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിവാഹത്തെ ദൈവവിളിയായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം ഒരു വിവാഹവും ദൈവനിയോഗമല്ലാതെ നടക്കുന്നില്ല. 700 കോടി ജനങ്ങളിൽ നിന്നും ഒരു പുരുഷന് വേണ്ടി ദൈവം സ്ത്രീയെ മാറ്റി നിർത്തുന്നുണ്ട് എങ്കിൽ, ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു പുരുഷനെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് ദൈവനിയോഗമല്ല എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? ഒരു സന്യാസ വിളിയിൽ വ്യക്തി ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ഒരുപക്ഷേ അതിനേക്കാൾ സഹനവും ത്യാഗവും ജീവിതവിളിയും ആവശ്യപ്പെടുന്ന ഒരു വിളിയാണ് വിവാഹം അല്ലെ കുടുംബജീവിതം എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം സന്യാസത്തില് പൂർണ്ണതയുള്ള നന്മയുടെ ഉറവിടമായ സർവശക്തനായ ദൈവത്തോടാണ് വ്യക്തി വ്രതം ചെയ്യുന്നത്, ചേർന്നു നിൽക്കുന്നത്. ആ വ്യക്തിയുടെ അപൂർണതകൾ എന്തു തന്നെയായാലും സർവശക്തനായ ദൈവത്തിന്റെ പൂർണ്ണതയ്ക്ക് മുൻപിൽ അതൊരു പരിധിവരെയും പരിഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, വിവാഹമെന്ന കൂദാശയില് കുറവുകളും ബലഹീനതകളുമുള്ള രണ്ട് വ്യക്തികൾ ഒരുമിക്കുകയാ. ഇന്നോളം കണ്ടിട്ടില്ല, ഇന്നോളം കേട്ടിട്ടില്ല, ഇന്നോളം അറിഞ്ഞിട്ടില്ല. ഈ ഭൂമിയിൽ എവിടെ നിന്നോ ദൈവം എനിക്ക് വേണ്ടി കൊണ്ടു നിർത്തിയ ജീവിത പങ്കാളിയെ നോക്കിക്കൊണ്ട്
ഇതെന്റെ ജീവിതത്തിന് വേണ്ടി ദൈവം മാറ്റി നിർത്തിയ നിയോഗമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവിടെ ശക്തമായ വിശ്വാസത്തിന്റെയും ആഴമേറിയ സമർപ്പണത്തിന്റെയും ബോധ്യം ഉണ്ടായേ തീരൂ. ഇവിടെയാണ് വിവാഹം എന്നത് ദൈവബലിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു പുരുഷനും സ്ത്രീയും തന്റെ കുറവുകളോടും നന്മകളോടും കൂടെ ദൈവത്തെ മധ്യത്തിൽ നിർത്തിക്കൊണ്ടാണ് കുടുംബം അല്ലെങ്കിൽ വിവാഹം എന്ന കൂദാശ ആശീർവദിക്കപ്പെടുന്നത്. മരിക്കുവോളം ഇവരുടെ മധ്യത്തിൽ നിൽക്കാൻ ദൈവം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ് ഇതിന്റെ പിന്നിലെ വാസ്തവം. ഇത്ര മഹത്തരമായ ഉടമ്പടിയായിട്ട് വിവാഹത്തെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഇതിന്റെ സൗന്ദര്യവും പൂർണ്ണതയും മുഴുവൻ ഇന്ന് കുടുംബത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ സാധാരണയായിട്ട് പുരുഷനും സ്ത്രീയും എന്നതിനപ്പുറം ജീവിത പങ്കാളി എന്നാണ് ഭാര്യയെക്കുറിച്ച് അല്ലെ ഭർത്താവിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് ഗ്രീക്ക് പുരാണത്തിലെ ഒരു കഥയാണ്. ആ കഥ ഇപ്രകാരമാണ്. ചരിത്രത്തിന്റെ ആദ്യ കാലഘട്ടത്തില് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നില്ല. മറിച്ച് 2 തലയും 4 കൈകളും 4 കാലുകളുമുള്ള ചില ജീവികളായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അവര് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു. ഇവരുടെ സന്തോഷം കണ്ടപ്പോൾ ദേവന്മാർക്ക് ഇവരോട് അസൂയ തോന്നി. അവര് സിയൂസ് എന്ന് പറയുന്ന ദേവന്റെ പക്കല് പരാതിപ്പെട്ടു. അദ്ദേഹം ഇടിമിന്നൽ അയച്ച് ഇവരെ വേർപെടുത്തി. അങ്ങനെ 2 കൈയും 2 കാലുകളും 1 തലയുമുള്ള പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടു എന്ന്. ഇതൊരു കഥയാണെങ്കിലും ഇത് തരുന്ന മഹത്തമായ ഒരു സന്ദേശമുണ്ട്. പുരുഷൻ സ്ത്രീയുടെ പകുതിയാണ്, അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്റെ പകുതിയാണ്. പകുതിക്കൊരിക്കലും പൂർണ്ണതയില്ല എന്ന് പറയുന്നത് പോലെ സ്ത്രീയും പുരുഷനും ഒരുമിക്കുന്നിടത്തെ പൂർണ്ണത കൈവരുന്നുള്ളൂ. അല്ലെങ്കിൽ എവിടെയൊക്കെ ഈ ഐക്യം നഷ്ടപ്പെടുന്നുവോ അവിടെയൊക്കെ അപൂർണതയ്ക്കു വേണ്ടി അപൂർണത സൃഷ്ടിക്കുന്ന ഒരു ശൂന്യത പുരുഷനും സ്ത്രീയും അനുഭവിക്കുന്നുണ്ട്. ജീവിത പങ്കാളിയെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്റെ പകുതിയെന്ന് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ ഈ പൂർണ്ണതയിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 416 നമ്പറിൽ വളരെ വ്യക്തമായിട്ട് വിവാഹം എന്ന കൂദാശയുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ സത്താപരമായ 4 ഘടകങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടും തിരുസഭ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹം ഒരു ഉടമ്പടിയാണ് എന്നുള്ളതാണ്. ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷനും സ്ത്രീയും കൈപിടിക്കുമ്പോൾ അത് ജീവിത പങ്കാളികളിൽ ഒരാളുടെ മരണത്തോടെ മാത്രം അവസാനിക്കുന്ന ഒരു ഉടമ്പടിയാണ്. വിവാഹം എന്നത് ഒരിക്കലും ഒരു കരാറല്ല എന്ന് നമുക്കറിയാം. അതിന് മറ്റു വ്യവസ്ഥകളൊന്നും ബാധകമല്ല. ഒരിക്കല് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാനൊരു സംശയം ചോദിച്ചു. മക്കളെ, വിവാഹം എന്ന കൂദാശയുടെ ഇടയിൽ എന്തിനാണ് വൈദികൻ പുരുഷനെയും സ്ത്രീയെയും പരസ്പരം കയ്യിൽ പിടിപ്പിക്കുന്നത്? അവരെന്നോട് പറഞ്ഞു, സിസ്റ്ററെ, സാധാരണ മത്സരം തുടങ്ങുന്നതിന് മുൻപ് ആൾക്കാർ കൈ കൊടുക്കുന്നത് സിസ്റ്റർ കണ്ടിട്ടില്ലേ? അവരൊരു ഗുസ്തി ആരംഭിക്കുകയാ, അതിനുള്ള തുടക്കമാണത് എന്ന്. അവര് തമാശ രൂപേണ പറഞ്ഞുവെങ്കിലും ഒരു ജീവിതത്തിന്റെ മത്സരക്കളം ആരംഭിക്കുകയാ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ തകഴിയെയാണ്. അദ്ദേഹത്തിന്റെ 50ാം വിവാഹ വാർഷികത്തിന്റെ ആഘോഷത്തിനിടയ്ക്ക് പത്രസമ്മേളനത്തിനിടയിൽ അവർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് താലി കെട്ടിയപ്പോൾ നിങ്ങളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, എന്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം എനിക്കറിയാമായിരുന്നു. അതേക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു എന്ന്. തീർച്ചയായും വിവാഹമെന്ന കൂദാശയിലെ താലി കെട്ടുമ്പോൾ കൈ വിറയ്ക്കണം. കാരണം ഇന്നു മുതൽ മരണം വരെ ജീവിത പങ്കാളിയെ നെഞ്ചോട് ചേർത്ത് നിർത്തി സുഖത്തിലും ദുഃഖത്തിലും ഊണിലും ഉറക്കത്തിലും സംരക്ഷിച്ചുകൊള്ളാമെന്ന് വാക്ക് പറയാൻ ദൈവം തരുന്ന ധൈര്യമല്ലാതെ മറ്റൊരു ധൈര്യവും ആർക്കുമില്ല. അതുകൊണ്ട് നമ്മുടെ കൈകൾ മാത്രമല്ല, ഹൃദയത്തിന്റെ വിറയൽ അതിന് അനിവാര്യതയാണ്. രണ്ടാമതായിട്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം കൃത്യമായിട്ട് പറയുന്നു, വിവാഹമെന്ന കൂദാശ
ഒരിക്കലും വേർപിരിയാവുന്നതല്ല എന്ന്. ഇന്ന് വിവാഹ മോചനങ്ങള് കൂടി വരികയാ. പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുൻപ് വിവാഹ മോചനത്തിന് വേണ്ടി അയക്കപ്പെട്ട ഒരു കത്തില് കാരണം പറയുന്നത് ഇപ്രകാരമാ: ഭാര്യയുടെ ശരീരത്തിന്റെ ദുർഗന്ധം എനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന്. ആഭരണം ഊരിവെക്കുന്നത് പോലെ ഇത്ര നിസ്സാരമായിട്ട് വിവാഹമെന്ന കൂതാശയെ അഴിച്ചു മാറ്റാനായിട്ട് സാധിക്കുമെന്ന് ആരാ നമ്മളോട് പറഞ്ഞത്? മൂന്നാമതായിട്ട്, വിവാഹമെന്ന കൂതാശ ലക്ഷ്യം വയ്ക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനാണ്, അല്ലെങ്കിൽ മക്കൾക്ക് ജന്മം കൊടുത്തുകൊണ്ട് അവരെ ദൈവികമായിട്ട് വളർത്തുവാനാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, ജന്മം കൊടുക്കുന്നത് കൊണ്ട് മാത്രം ആരും അപ്പനും അമ്മയുമായിട്ട് തീരുന്നില്ല. മറിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തി വിശുദ്ധിയുടെ വഴിയെ കടന്നുപോകുവാനായിട്ട് മക്കളെ പറഞ്ഞുവിടുമ്പോൾ മാത്രമേ വിവാഹമെന്ന കൂതാശയിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നുള്ളൂ എന്ന് മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിയണം. വിശുദ്ധ ത്രേസ്യായെ പോലെ, വിശുദ്ധിയായി തീരാൻ പോകുന്ന എവുപ്രാസ്യാമ്മയെ പോലെ, നവംബർ മാസത്തിൽ വിശുദ്ധനെന്ന് പേര് വിളിക്കപ്പെടുവാൻ പോകുന്ന ചാവറപ്പിതാവിനെ പോലെ വിശുദ്ധരായിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിന്റെ പിന്നിൽ ശക്തമായ ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ച, അതിരാവിലെ എഴുന്നേറ്റിരുന്ന മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന മാതാപിതാക്കളുടെ ഈശ്വരവിശ്വാസത്തിന്റെ ബലമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞേ മതിയാകൂ. നാലാമതായിട്ട്, ജീവിത പങ്കാളിയുടെ ക്ഷേമത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നതായിരിക്കണം എന്നാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ 1, 2, 3 കാര്യങ്ങള് കൃത്യമായി പാലിക്കപ്പെടുമ്പോഴും ജീവിത പങ്കാളിയുടെ ക്ഷേമത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുക എന്നതിനെക്കുറിച്ച് എന്തുമാത്രം ബോധ്യമുണ്ട് ഇന്ന് നമുക്കൊക്കെ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിത പങ്കാളിയുടെ ക്ഷേമം എന്ന് പറയുമ്പോൾ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അംഗീകരിക്കാനും സാധിക്കുന്ന ഒരു ശക്തമായ സ്നേഹത്തിന്റെ നിലപാടിലേക്ക് എത്തി നിൽക്കണമെങ്കിൽ എന്റെ ജീവിത പങ്കാളി എന്റെ ജീവിതത്തിൽ ഒരു അടിസ്ഥാന വികാരമായിട്ട് മാറണം. എങ്ങനെയാണ് ജീവിത പങ്കാളി എന്റെ ഉള്ളിൽ ഒരു അടിസ്ഥാന വികാരമായിട്ട് മാറുക? ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുക, 2 മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു ഭാര്യയെയും ഭർത്താവിനെയുമാണ്. ശ്വാസം മുട്ടൽ ശക്തമായതിനെ തുടർന്ന് ഭാര്യ ഭർത്താവുമായിട്ട് ആശുപത്രിയിൽ എത്തിയതാ. ആശുപത്രിയിൽ തിരക്ക് മൂലം വരാന്തയിൽ കിടന്നുറങ്ങുന്ന ഭാര്യ, വരാന്തയിൽ കിടക്കുന്ന ഭർത്താവ്. അല്പം ആശ്വാസം കിട്ടിയതുകൊണ്ട് ശാന്തനായി ഉറങ്ങുന്ന ഭർത്താവ്, അടുത്തിരിക്കുന്ന ഭാര്യ. ഒരുപാട് ഒച്ചപ്പാടുകളും ബഹളങ്ങളുമുണ്ട്. ധാരാളം ആൾക്കാർ വരുന്നു, പോകുന്നു, സംസാരിക്കുന്നു. ഇതിനിടയിൽ ആ സ്ത്രീ വളരെ ശാന്തമായി ഉറങ്ങുന്നുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ ഈ ഭർത്താവിന്റെ ശ്വാസഗതി അല്പം വർദ്ധിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ സ്ത്രീ ഞെട്ടിയുണരുന്നത് കാണാം. അല്പസമയം അത് ശ്രദ്ധിച്ച ശേഷം ആ സ്ത്രീ ഉണർന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഇത്രയേറെ ശബ്ദങ്ങളിടയിൽ ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ ഭർത്താവ് ഒന്നുണരുന്നത്, ഒന്നനങ്ങുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണരാൻ എങ്ങനെയാ സാധിക്കുക? ആ സ്ത്രീ പറഞ്ഞു, സിസ്റ്ററെ, ഇതെന്റെ ഭർത്താവല്ലേ. അദ്ദേഹത്തിന് തടസ്സം നേരിടുമ്പോൾ എനിക്കും ശ്വാസം മുട്ടുന്നത് പോലെയാ. അദ്ദേഹത്തിന് തടസ്സം നേരിടുമ്പോൾ എനിക്കും ശ്വാസം മുട്ടുന്നത് പോലെയാ. ഇതാണ് ജീവിത പങ്കാളി അടിസ്ഥാന വികാരമായി തീർന്ന ഒരു ഭാര്യയുടെ മനസ്സിന്റെ ഭാവം. ഞാൻ ഓർക്കുന്നു, അല്ലെങ്കിൽ ഓരോ വിവാഹ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ, ഇന്നലെ വരെ 6 മണിക്ക് ഉണർന്ന പെൺകുട്ടി ഇന്ന് 4 മണിക്ക് എഴുന്നേറ്റ് ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നു. അവന് കുളിക്കുവാൻ വേണ്ടി ചൂടുവെള്ളം കരുതുന്നു. അവന് പ്രമേഹമുണ്ടെന്നറിയാം, അവന് വേണ്ടി ചപ്പാത്തി ഒരുക്കുന്നു. ഇന്നലെ വരെ അസാധ്യമായിരുന്നതൊക്കെ ഇന്നവൾക്ക് സാധിക്കുന്നത് എങ്ങനെ? ഭർത്താവ് അവളിൽ അടിസ്ഥാന വികാരമായി കഴിഞ്ഞു. ഇന്നലെ വരെ 10 മണി വരെ കടയിലിരുന്ന് കൂട്ടുകാരോട് സ്വറ പറഞ്ഞിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് 6 മണിക്ക് പോകുമ്പോൾ കൂട്ടുകാരുടെ ചോദ്യം, എന്തായിരുന്നു നീ നേരത്തെ? അവള് തനിച്ചല്ലേയുള്ളൂ. അവളുടെ ഏകാന്തതയെ തിരിച്ചറിയാൻ തക്കവിധം ഭാര്യ അവന്റെ മനസ്സിൽ ഒരടിസ്ഥാന വികാരമായി കഴിഞ്ഞു. ഇങ്ങനെ ഭാര്യയും ഭർത്താവും
അന്യോന്യം മനസ്സിന്റെ ഉള്ളിൽ അടിസ്ഥാന വികാരമായി തീരുമ്പോൾ മാത്രമേ കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ ക്ഷേമത്തിനു വേണ്ടി സമർപ്പണം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് വിശുദ്ധമായ കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും ജീവിതം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പരസ്പര സമർപ്പണത്തിൽ ശക്തമായ ത്യാഗത്തിന്റെ, വേദനയുടെ, സമർപ്പണത്തിന്റെ കഥയുണ്ട്. നമുക്കറിയാം, വിവാഹമെന്ന കൂതാശയിൽ വൈദികൻ താലി എന്ന വിശുദ്ധമായ സാധനം വെഞ്ചരിച്ച് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഭാര്യയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ ആ താലിയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന രൂപം ഒരു കുരിശിന്റേതാണ് എന്ന് മറക്കാനായിട്ടാവില്ല. ഒരു കുരിശിനെയാണ് ഇത്ര മനോഹരമായി അലങ്കരിച്ച് ഭാര്യയുടെ കഴുത്തിൽ ചാർത്തുന്നതെന്ന് ഒരുപക്ഷെ ഭർത്താക്കന്മാർ ഓർക്കുന്നുണ്ടാവുമോ? ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞ് ഒരുമിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ഒരു കുരിശിന്റെ സാന്നിധ്യം എന്നും ഉണ്ട്. കാൽവരി മലയിൽ ലോകത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി ബലിയായി തീർന്ന ഈശോയുടെ കുരിശിനെയാണ് ഒരു ഭാര്യ ഇത്ര അലങ്കരിച്ച കഴുത്തിൽ ചാർത്തിക്കൊണ്ട് നടക്കുന്നത്. കുരിശിൽ നിന്നും മാറി നിന്നുകൊണ്ട്, സഹനത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട്, ത്യാഗത്തിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് ഒരിക്കലും കുടുംബത്തെ നിർവചിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് കാൽവരി മലയിൽ കുരിശിൽ മരിച്ചെങ്കിൽ അതൊരു നിമിഷത്തിന്റെ വേദനയായിരുന്നുവോ? ഒരിക്കലുമല്ല. കാലിത്തൊഴുത്തിൽ ആരംഭിച്ച, മനുഷ്യാവതാരത്തിൽ ആരംഭിച്ച ശൂന്യവത്കരണമാണ് കാൽവരിയിൽ പൂർണ്ണതയിലെത്തുന്നത്. ഇതിന്റെ പിന്നിൽ ബെത്ലഹേമിന്റെ ദാരിദ്ര്യമുണ്ട്, ശൂന്യതയുണ്ട്, മനസ്സിലാക്കാനാവാത്ത ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. വീണ്ടും മുന്നോട്ട് കടക്കുമ്പോൾ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും പിശാച് ബാധിതനെന്നും വീഞ്ഞുകുടിയനെന്നും വിളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് സഹനത്തിന്റെ ഓർമ്മകൾ യേശുവിന്റെ മനസ്സിലുണ്ട്. അവസാനം സ്വന്തമെന്ന് കരുതി നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രിയ ശിഷ്യന്മാര് കൈവിട്ടു പോകുമ്പോൾ നെഞ്ചിൽ നീറ്റലുണ്ട്. അവരുടെ പാദം കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂട്ടായി ഞാനുണ്ടെന്ന് പറയുമ്പോഴും തന്നെ വിട്ടോടിയൊളിക്കുന്ന ശിഷ്യരുടെ മുഖം ഈശോ മറക്കുന്നില്ല. വീണ്ടും ഗത്സമനിയിൽ ഒറ്റപ്പെടുന്ന ഈശോ കുടുംബജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി സമർപ്പണം ചെയ്യുന്ന മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ മുൻപിൽ, മാതാപിതാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന മക്കളുടെയൊക്കെ മുൻപിൽ ഗത്സമനി ഇല്ലാതിരിക്കുമോ? ഇവിടെ ഇരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ദൈവഹിതത്തെ മുന്നിൽ കാണുവാനായിട്ട്, അത് പൂർത്തീകരിക്കുവാനായിട്ട് എത്രയോ പ്രാവശ്യം രക്തം വീഴ്ത്ത അനുഭവങ്ങൾ പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബലിയിൽ എന്തോ തകരാറുണ്ട്. ഗത്സമനി കടന്ന് പിലാത്തോസിന്റെയും കയ്യാഫാസിന്റെയും മുമ്പിൽ നിന്ന് ചമ്മട്ടിയടിയേറ്റ് മുൾക്കിരീടം ധരിച്ച് അവസാനം വീണും എഴുന്നേറ്റും കാൽവരി മല കയറി തന്റെ ജീവിത ബലി പൂർത്തിയാക്കുന്ന ഒരു മിശിഹായുടെ മുൻപിലാണ്, മിശിഹായുടെ സാന്നിധ്യമാണ് ഓരോ ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിന്റെ ബലം എന്ന് തിരിച്ചറിഞ്ഞേ മതിയാകൂ. അതാണ് താലി സൂചിപ്പിക്കുന്ന അടയാളം. അതുപോലെ മനോഹരമായി അണിയിച്ച അലങ്കരിച്ച മന്ത്രകോടി ഭാര്യയുടെ ശിരസിൽ ചാർത്തുന്ന ഭർത്താവ് എന്താണ് പറയുക? ഭാര്യയുടെ നന്മകൾ കൊണ്ട് അലങ്കരിക്കപ്പെടാനുള്ളതാണ് ഭർത്താവിന്റെ ജീവിതം. ഭർത്താവിന്റെ നന്മകൾ കൊണ്ട് അലങ്കരിക്കപ്പെടാനുള്ളതാണ് ഒരു ഭാര്യയുടെ ജീവിതം. ഒരു ഭാര്യയും തനിച്ച് സ്വർഗത്തിൽ പോകും എന്ന് വിചാരിക്കേണ്ട. ഒരു ഭർത്താവും ഭാര്യയില്ലാതെ സ്വർഗത്തിൽ പോകും എന്നൊരിക്കലും നമുക്ക് കരുതാനായിട്ട് സാധിക്കത്തില്ല. വീണ്ടും എന്തിനാണ് മനോഹരമായ വിവാഹ വിരുന്നിനെ കുറിച്ച് കാനായിലെ കല്യാണ വീട് മുതൽ നമ്മളോട് പറഞ്ഞു തരുന്നത്? വിവാഹം എവിടെ നിന്നായാലും സ്വർണം ഫ്രാൻസിസ് ആലുക്കാസിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജ്വല്ലറിയിലെ സ്വർണം മുഴുവൻ വാങ്ങി മകളെ അണിയിച്ചൊരുക്കി വിവാഹവേദിയിലേക്ക് കടത്തിവിടുമ്പോൾ മകൾക്കും മകനും വേണ്ടി മനോഹരമായ വിവാഹ വിരുന്നുകൾ അണിയിച്ചൊരുക്കുമ്പോൾ വിവാഹ വിരുന്ന് എന്ന മനോഹരമായ സങ്കല്പം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് എന്നൊരു നിമിഷമെങ്കിലും ചിന്തിച്ചിരുന്നുവെങ്കിൽ, വിവാഹ വിരുന്ന് യുഗാന്ത്യത്തിൽ ദൈവരാജ്യത്തിൽ മണവാളനോടൊപ്പം വിരുന്നിനിരിക്കുന്ന മനോഹരമായ ഒരു സ്വർഗീയ ദർശനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു വിവാഹ ദിനത്തിൽ 90,000 രൂപയ്ക്ക് മദ്യം കഴിച്ച മദ്യം വിളമ്പിയ ഒരു കുടുംബനാഥൻ ഒരുപാട് അഭിമാനത്തോടെ അതേക്കുറിച്ച് സംസാരിച്ചത് കേട്ടപ്പോൾ
ഹൃദയം കരയുന്നത് അറിയാതിരുന്നില്ല. ഒരുപാട് അലങ്കാരങ്ങളും സൽക്കാരങ്ങളും നമ്മുടെ വിവാഹ വിരുന്നുകളെ സ്വാധീനിച്ചപ്പോൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയത് ഈ ദൈവരാജ്യത്തിന്റെ സങ്കല്പമാണ്. തിരിച്ചു നടന്നേ മതിയാകൂ. കാരണം വിവാഹമെന്ന മഹത്തായ കൂദാശയ്ക്ക് കിട്ടാനുള്ള കൃപകള് ഒരിക്കലും താൽക്കാലിക സന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി കളഞ്ഞു കുടിക്കാനായിട്ട് പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വിവാഹ വിരുന്നുകള് സ്വർഗത്തിന്റെ ഓർമ്മയാണ് നമുക്ക് നൽകേണ്ടത്. ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇത്ര മഹത്തായ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു വിവാഹദിനം കടന്നുപോകുമ്പോൾ ഇനി ഉത്സവം കഴിഞ്ഞു. ഉത്സവപ്പറമ്പ് ശൂന്യമാവുകയാ. ഇനി ഉത്സവപ്പറമ്പിൽ അവശേഷിക്കുന്നത് ഭാര്യയും ഭർത്താവും മാത്രം. ഇവിടെയാണ് കാൽവരിയിൽ ബലിയർപ്പിച്ച ഈശോയുടെ ബലിയുടെ ചൈതന്യം നാം ഏറ്റുവാങ്ങേണ്ടത്. ജീവിതത്തെ ബലിയാക്കണമെന്നൊക്കെ പറയുമ്പോൾ ജീവിതം എന്തിനാണ് ബലിയാക്കുന്നത്? ജീവിതം സന്തോഷിക്കാനുള്ളതാണെന്ന് പറയുന്നവരുടെ മുൻപിൽ ബലിക്ക് നൽകാനുള്ളൊരു സന്ദേശമുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ ജീവിതം ബലിയാക്കിയോ അവിടെയൊക്കെ രക്ഷയുടെ അനുഭവം കടന്നു വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ബെൽബി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. ജനിച്ച് 3 വയസ്സുള്ളപ്പോൾ അമ്മ നഷ്ടപ്പെട്ട പെൺകുട്ടി. അവൾക്ക് പഠിക്കുവാൻ കൊതിയായിരുന്നു. +1 പഠിക്കുന്ന സമയത്ത് അപ്പച്ചൻ പറഞ്ഞു വിവാഹം കഴിക്കണം. കാരണം അവളുടെ താഴെ 2 പെൺകുട്ടികൾ കൂടെയുണ്ട്. ഇളയ കുഞ്ഞിന്റെ ജന്മത്തോടെയാണ് അമ്മ ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയത്. ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് പഠിക്കണം. അപ്പച്ചൻ സമ്മതിച്ചില്ല. +1 പഠിക്കുന്ന പെൺകുട്ടിയെ അവൾക്ക് ഇഷ്ടമില്ലാത്ത, അവളോട് ചോദിക്കുപോലും ചെയ്യാത്ത, അവൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത, ഒരു നോക്ക് കാണുക പോലും ചെയ്യാത്ത ഒരു പയ്യനെ കൊണ്ട് വിവാഹം ചെയ്തു. വിവാഹശേഷമാണ് അവൾ അറിയുന്നത് അവൻ പേരുകേട്ട ഒരു ഗുണ്ടയാണെന്ന്. മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ എല്ലാ ദുശീലങ്ങൾക്കും അടിമയായ തന്നേക്കാൾ 8 വയസ്സ് പ്രായം അധികമുള്ള ആ ചെറുപ്പക്കാരനെ ജീവിതത്തിന്റെ പങ്കാളിയായി സ്വീകരിച്ചപ്പോൾ വെറും +1കാരിയായ പെൺകുട്ടി ഒരുപാട് വേദനയോടെ കരഞ്ഞു. വീണ്ടും 2 വർഷങ്ങൾക്കുള്ളിൽ ഇളയ 2 പെൺകുട്ടികളെയും വിവാഹം ചെയ്ത അപ്പച്ചൻ വീണ്ടും ഒരു വിവാഹത്തിലേക്ക് കടന്നുപോയി. 15 വർഷം ഈ പെൺകുട്ടിയുടെ ജീവിതം കണ്ണുനീരിന്റെ ജീവിതമായിരുന്നു. കൂട്ടുകുടുംബമായിരുന്നു അവളുടേത്. ഭർത്താവിന്റെ 5 സഹോദരിമാര്, ഭർത്താവിന്റെ അപ്പച്ചന്റെ 5 സഹോദരിമാര്, അങ്ങനെ 24 പേരടങ്ങുന്ന കുടുംബത്തിൽ അല്പം പോലും താമസ സൗകര്യങ്ങളില്ലാത്ത ഒരു കൊച്ചുമുറിയിൽ അവൾ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം വിളമ്പി. എല്ലാ ജോലിയും കഴിഞ്ഞ് എല്ലാവരുടെയും വസ്ത്രമലക്കിയ ശേഷം 11 മണിക്ക് മാത്രമേ അവൾക്ക് കാപ്പി കുടിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അമ്മയില്ലാഞ്ഞിട്ടാണല്ലോ എന്നോർത്ത് ആ കുട്ടി ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. 2ാമത് വിവാഹം ചെയ്ത അപ്പൻ ഒരിക്കൽ പോലും ഈ പെൺകുട്ടിയെ അന്വേഷിച്ചു വന്നിട്ടില്ല. ഭർത്താവെന്ന് പറയുന്ന മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ പുറത്തു പോകും. ഒരു 10 മണിയാകുമ്പോൾ മദ്യക്കുപ്പിയുമായി കടന്നു വരുന്ന ഈ മനുഷ്യന് ഈ പെൺകുട്ടി ഗ്ലാസിൽ മദ്യമൊഴിച്ചു കൊടുക്കണം. ഈ മനുഷ്യൻ പറയുന്നതെല്ലാം ചെയ്യുന്ന ഒരു അടിമയായിട്ട് ഈ പെൺകുട്ടി 15 വർഷങ്ങൾ കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ കഴിഞ്ഞു. അവൾക്കൊരു കാര്യം മാത്രം പ്രാർത്ഥിക്കാൻ അറിയാം, ജപമാല ചൊല്ലാൻ അറിയാം. കരഞ്ഞുകൊണ്ട് വസ്ത്രം കഴുകുമ്പോഴും ഭക്ഷണം വിളമ്പുമ്പോഴും അവള് പ്രാർത്ഥിച്ചു. 15 വർഷങ്ങൾ കടന്നുപോയി. ഭർത്താവിന്റെ മദ്യപാനം, വീട്ടിലെ അസമാധാനം, ഒരു ദിവസം പോലും മാറി നിൽക്കാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥകള്. 15 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം കരഞ്ഞുകൊണ്ട് ബെഡിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പെൺകുട്ടി ഒരു സ്വരം കേട്ടു, മോളെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. മദ്യപിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുകയാ. അവൾ വീണ്ടും ആ സ്വരം കേട്ടു, നീ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. പൂർണ്ണമായും ഈ ഭർത്താവിനോടും തന്നെ വഞ്ചിച്ച അപ്പച്ചനോടും സകല ബന്ധുക്കളോടും ക്ഷമിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവൾ കുർബാനയ്ക്ക് പോയി. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ സമയത്ത് അവളുടെ ഹൃദയത്തിലേക്ക് ശക്തമായൊരു തണുപ്പിന്റെ അനുഭവം അവൾക്ക് അനുഭവപ്പെടുകയാ. എന്തെന്നില്ലാത്തൊരു സമാധാനം അവളുടെ മനസ്സിനെ ചൂഴ്ന്നു നിന്നു. അവൾ തിരിച്ചു വന്നു. അന്ന് ബാറിൽ പോയ ഭർത്താവ് കുപ്പിയുമായി തിരിച്ചു വരുന്നത് കണ്ടു.
അവൾ പതിവ് പോലെ മദ്യം കുപ്പിയിൽ ഒഴിച്ചു കൊടുത്തു. ഒരല്പം കുടിച്ച അദ്ദേഹം പതിന് വിപരീതമായിട്ട് എനിക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു. അതിനിടയിൽ അല്പം ബോധം വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം ഈ ഭാര്യയോട് പറഞ്ഞു, ആദ്യമായിട്ട് ഇവളെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മനസ്സിന് ശക്തമായ അസ്വസ്ഥത തോന്നുന്നു, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇവളുടെ പ്രാർത്ഥനയെ അന്നുവരെ തടസ്സപ്പെടുത്തിയിരുന്ന, നിരുത്സാഹപ്പെടുത്തിയിരുന്ന ആ മനുഷ്യൻ ആദ്യമായി പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. അവൾ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥിക്കാം. അവരൊരുമിച്ച് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി. ആ കുട്ടി പറയുക, അന്നു മുതൽ ഇന്ന് വരെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമാധാനത്തിന് ഞാൻ കൊടുത്ത വിലയായിരുന്നു 15 വർഷം ഞാൻ കൊടുത്ത കണ്ണുനീരും പ്രാർത്ഥനയും ത്യാഗവും സഹനവും. ഒരു വാക്ക് ഷെയർ ചെയ്യാൻ പോലും എന്റെ ജീവിതത്തിൽ ആരുമില്ലായിരുന്നു. ആകെ എന്റെ മുൻപിൽ അവശേഷിച്ച ഒരു കുമ്പസാരക്കൂട് മാത്രം. കുമ്പസാരക്കൂട്ടിൽ ഞാൻ കണ്ടുമുട്ടിയ ഈശോയാണ് എന്റെ വിവാഹ ജീവിതത്തെ ബലപ്പെടുത്തിയത്. പ്രിയ മാതാപിതാക്കളെ, ഇന്നും നമ്മുടെ കുടുംബജീവിതത്തെ ബലപ്പെടുത്തേണ്ടത് കുമ്പസാരക്കൂടും പ്രാർത്ഥനയും ഒക്കെ തന്നെയാ. 15 വർഷം ബലിയുടെ ജീവിതം ഏറ്റുവാങ്ങി അവൾക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് അവളുടെ ഭർത്താവിന്റെ രക്ഷ, അല്ലെങ്കിൽ ഭർത്താവിന്റെ തിരിച്ചുവരവ്. ഇന്നും ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ആരൊക്കെ ജീവിതം ബലി ചെയ്യുന്നുവോ അവിടെയൊക്കെ രക്ഷയുടെ ശക്തമായ അനുഭവങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഭർത്താവിനെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ ജീവിതത്തിന്റെ അടിസ്ഥാന വികാരമായിട്ട് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ, അത് ശക്തമായ സമർപ്പണത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന് പറയുമ്പോൾ, എങ്ങനെയാണ് ഈ സമർപ്പണം നമ്മൾ പ്രകടമാക്കേണ്ടത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പാഠം, സമയത്തിന്റെ സമർപ്പണം അല്ലെങ്കിൽ സാന്നിധ്യത്തിന്റെ സമർപ്പണമാണെന്ന് ഞാൻ പറയും. ഒരുമിച്ചിരുന്നുകൊണ്ട് ആശയവിനിമയം നടത്തുവാൻ സമയം കണ്ടെത്തുക. ഇന്ന് ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, ഒരു പരിധിവരെ ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ്. ധനസമ്പാദനത്തിനു വേണ്ടി സമയത്തിന്റെ പകുതിയോളം മാറ്റിവെക്കുന്ന കുടുംബങ്ങൾ. അപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനായിട്ട്, ഭക്ഷണം കഴിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാതെ പോകുന്ന സംഭവങ്ങളാണ്, അല്ലെങ്കിൽ അനുഭവങ്ങളാണ്. എങ്ങനെയാണ് സമയം കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ തന്നെയും നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് സംസാരത്തിലെ രീതികൾ മാറി വന്നു. പണ്ടൊക്കെ വീട്ടിൽ അപ്പൻ എത്ര മദ്യപാനിയാണെങ്കിലും അപ്പനായിരുന്നു. അപ്പൻ ഇരിക്കുന്നിടത്ത് അപ്പനിരിക്കും. അപ്പൻ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്തുതി പറയുന്ന മക്കളെയും എഴുന്നേറ്റ് നിന്ന് കാപ്പി തരുന്ന ഭാര്യയെയും കാണുന്ന കാലം കടന്നുപോയി. ഇന്ന് ഭാര്യയും ഭർത്താവും തുല്യരാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുകയില്ല എങ്കിലും കുടുംബ സംവിധാനത്തില് എന്നും അപ്പന് ഒരു തലവൻ എന്ന സ്ഥാനം ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ രണ്ടുപേരും ജോലിക്കാരായപ്പോൾ സമ്പത്തിന്റെ അല്ലെങ്കിൽ ജോലിയുടെ സൗന്ദര്യത്തിന്റെ ആരോഗ്യത്തിന്റെയൊക്കെ ബലം വന്നപ്പോൾ ഒരു പവർ പ്രഷർ നമ്മുടെ കുടുംബത്തിൽ കടന്നുകൂടി. ഞാനാണോ നീയാണോ വലുത്? എന്റെ ജീവിതത്തിന്റെ ഏകാന്തതയ്ക്കുള്ള ഉത്തരമായിരുന്നു എന്റെ ജീവിത പങ്കാളിയെങ്കിൽ എന്റെ സമ്പത്തിനുള്ള സ്ഥാനമാനങ്ങൾക്കുള്ള ഉത്തരമായിട്ട് പലപ്പോഴും ജീവിത പങ്കാളിയെ നമ്മൾ മാറ്റി നിർത്തുന്നു. നമ്മുടെ ആശയവിനിമയ കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മളൊക്കെ 3 രീതിയിലാണ് സംസാരിക്കുന്നത്. ഒന്നെങ്കിൽ അത് അഗ്രസീവ് സ്റ്റൈലായിരിക്കും, എപ്പോഴും ഒരു ആധിപത്യത്തിന്റെ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ അരിശത്തിന്റെ ടോണുള്ള സ്വരം. അല്ലെങ്കിൽ വളരെ സബ്മിസീവായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ എന്തു പറഞ്ഞാലും സ്വീകരിക്കും. ആരോടും നോ പറയാനുള്ള മനസ്സില്ല. എങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഏറ്റെടുക്കുന്ന വ്യക്തികൾ. മൂന്നാമതായിട്ട് അസർട്ടീവ് സ്റ്റൈലില് അല്ലെങ്കിൽ കാര്യകാരണ സഹിതം കാര്യങ്ങളെ വിലയിരുത്താനും സംസാരിക്കാനും സാധിക്കുന്ന വ്യക്തികൾ. ഇവര് നോ പറയാനും അതുപോലെ തന്നെ യെസ് പറയാനും കഴിവുള്ളവരാണ്. ഈ 3 തരം ആശയവിനിമയങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും ഭാര്യയും ഭർത്താവും അഗ്രസീവ് സ്റ്റൈലിൽ സംസാരിച്ചാലോ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന, വഴക്കടിക്കുന്ന, നിരന്തരം സമരം നടക്കുന്ന ഒരു കുടുംബമായിരിക്കും ആ കുടുംബം. അവിടെ മക്കളുടെ അവസ്ഥയോ? അപകർഷതാബോധവും ഭയവും
അരക്ഷിതാവസ്ഥയുമായിരിക്കും കുട്ടികൾ അവിടെ ഏറ്റെടുക്കുക. ഇനി രണ്ടു കൂട്ടരും സബ്മിസീവായാലോ അവിടെ കുടുംബജീവിതം വളരെ ശാന്തമായിരിക്കും. പക്ഷേ മറ്റുള്ളവര് അവരെ കൊണ്ട് മുതലെടുക്കും. ഇനി രണ്ടു കൂട്ടരും അസർട്ടീവ് സ്റ്റൈലിൽ ജീവിക്കുന്നവരാണെങ്കിലോ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിത ശൈലിക്ക് രൂപം കൊടുക്കും. കാര്യകാരണ സഹിതം ജീവിതത്തെ കാണാനും യെസ് പറയാനും അതുപോലെ നോ പറയാനും ഒരുപോലെ സാധിക്കുന്ന അവസ്ഥകള്. ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല, വളരെ കുറച്ചേ നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്നുള്ളൂ. പല അവസരങ്ങളും ഭർത്താക്കന്മാര് അഗ്രസീവായിട്ടുള്ള ആശയവിനിമയം സ്വീകരിക്കുന്നവരായിരിക്കാം. അങ്ങനെയെങ്കിൽ ഭാര്യമാര് സഹനത്തിന്റെ ചൂള ഏറ്റെടുക്കേണ്ടി വരും. എപ്പോഴും ദേഷ്യപ്പെടുന്ന അരിച്ചപ്പെടുന്ന ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനായിട്ട് അവന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് ജീവിതം മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ, അവൾക്ക് സങ്കടത്തിന്റെ കഥ പറയാനുണ്ടാവും, ദുഃഖത്തിന്റെ വേദനയുടെ കഥ പറയാനുണ്ടാകും. എത്രയോ സ്ത്രീകളാണ് പറയുന്നത്, എന്നെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന്. ഒരിക്കല് ഒരു കുടുംബ വഴക്കിനിടയിൽ ഭർത്താവ് ചോദിക്കുകയാ, നിനക്കെന്തിന്റെ കുറവാവുള്ളത്? നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരുന്നില്ലേ? ഇഷ്ടം പോലെ സാധനങ്ങള്, ജീവിത സൗകര്യങ്ങള്, വസ്ത്രങ്ങള്, എപ്പോൾ വേണമെങ്കിലും നിനക്ക് വീട്ടിൽ പോകാം, പിന്നെ എന്തിന്റെ കുറവാവുള്ളത്? അതേ ടോണിൽ സ്ത്രീ തിരിച്ചടിക്കുകയാ, എനിക്കിതൊന്നുമല്ല വേണ്ടത്, എനിക്ക് നിങ്ങളുടെ പണം വേണ്ട, എനിക്ക് നിങ്ങളുടെ വസ്ത്രം വേണ്ട, ജീവിത സൗകര്യങ്ങൾ വേണ്ട, ഒരു 5 മിനിറ്റ് സ്നേഹത്തോടെ സംസാരിക്കാൻ എനിക്ക് നിങ്ങളെ മതി എന്ന് പല ഭാര്യമാരും ഭർത്താക്കന്മാരിൽ നിന്നും ആവശ്യപ്പെടുന്ന സമർപ്പണം ഈ സംസാരത്തിന്റെ, സാന്നിധ്യത്തിന്റെ, സമയത്തിന്റെ സമർപ്പണമാണ്. ഇനി ഭാര്യ അഗ്രസീവും ഭർത്താവ് സബ്മിസീവുമായാലോ ആ വീട്ടിൽ കാര്യങ്ങൾ നടത്തുന്നത് ഭാര്യയായിരിക്കും. ഭാര്യ കുടുംബത്തിന്റെ തലവയായി മാറിയാൽ ഭർത്താവിൽ അപകർഷതാബോധം ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ഇന്ന് പല ഭർത്താക്കന്മാരും മദ്യപാനത്തിലേക്കും താൽക്കാലിക സുഖങ്ങളിലേക്കും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ശതമാനമെങ്കിലും അതിൽ സ്ത്രീക്ക് സ്വാധീനമുണ്ടോ എന്ന ഭാര്യമാരെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭാര്യമാര് കുടുംബം ഭരിക്കുന്ന കുടുംബങ്ങളിൽ അപകർഷതാബോധം ഏറ്റെടുക്കേണ്ടി വരുന്ന ഭർത്താക്കന്മാര് പരസ്യമായിട്ട് ഭാര്യമാര് കുറ്റപ്പെടുത്തുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ അവരിൽ സൃഷ്ടിക്കുന്ന ശൂന്യതാബോധം, ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കുറുക്കു വഴിയായി മദ്യത്തിലേക്കും മറ്റു ജീവിത താൽക്കാലിക സന്തോഷങ്ങളിലേക്കും കടന്നുപോകാൻ പല ഭർത്താക്കന്മാരെയും നിർബന്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഓർക്കുകയാ, ഒരുപാട് മൂല്യങ്ങളിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ് 3-ാം മാസം മദ്യക്കുപ്പി കയ്യിലെടുത്തു. ഒത്തിരി സങ്കടത്തോടെ ആ വേദന ഷെയർ ചെയ്ത അമ്മ, ആ മകൻ പറഞ്ഞത് ഇപ്രകാരമാ, വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ മാസം ഞങ്ങൾ ഒരുമിച്ച് ബന്ധുവീട്ടുകളിൽ കൂടി കടന്നു പോവുകയാ. ഒത്തിരി പേര് ഞങ്ങളെ അഭിനന്ദിച്ചു, ഒത്തിരി പേര് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. എവിടെ നിന്നാ ഈ ഭാര്യയെ കിട്ടിയത്? കണ്ടാൽ ആങ്ങളെയും പെങ്ങളും പോലെ ഇരിക്കുന്നല്ലോ. അവന് സന്തോഷമായി. അപ്പോൾ അവളൊരു കമന്റ് പറഞ്ഞു, കണ്ടാൽ കൊള്ളാം, പക്ഷേ കാര്യത്തിന് കൊള്ളില്ല. എന്നെ കാര്യത്തിന് കൊള്ളില്ല എന്ന് ഭാര്യ ബന്ധുക്കളുടെ മുൻപില് ഏറ്റുപറഞ്ഞപ്പോൾ ആ ഭർത്താവ് ഏറ്റുവാങ്ങിയ കുറ്റബോധം, അപകർഷതാബോധം എന്നേക്കുമായിട്ട് ആ ഭാര്യയിൽ നിന്നും അകലാനായിട്ട് മദ്യത്തിൽ സമാധാനം കണ്ടെത്താനായിട്ട് ആ ചെറുപ്പക്കാരനെ നിർബന്ധിക്കുകയാണ്. ഇന്ന് ഇത്തരം കഥകള് ഒരുപാടുണ്ട് കേൾക്കുവാനായിട്ട്, പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്, പരസ്പരം ഉയർത്തി കാണിക്കുവാനായിട്ട് സാധിക്കുന്നിടത്തെ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാതിരിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. നമ്മുടെ ആശയവിനിമയങ്ങളെ അല്പം കൂടി ശരിയാക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ദേഷ്യത്തിന്റെയും അപകർഷതയുടെയും ലെവലിൽ നിന്ന് ഉയർന്നുകൊണ്ട് കാര്യകാരണ സഹിതം സംസാരിക്കുവാനായിട്ട് സാധിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, ഈ ആശയവിനിമയങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്ന് പറയുമ്പോൾ അതൊരു സ്നേഹത്തിന്റെ അനുഭവത്തിൽ മാത്രമേ നമുക്ക് സാധിക്കൂ. നമുക്കറിയാം, വിവാഹ ജീവിതത്തിൽ ഒത്തിരി വലിയ സ്ഥാനമുണ്ട് ലൈംഗിക ജീവിതത്തിന്. വിവാഹം എന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഐക്യമാണ്. അവിടെ വിവാഹത്തിന്റെ സന്തോഷവും സൗഭാഗ്യവും ഒരു പരിധിവരെ 75% സെക്സിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പലപ്പോഴും വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അതേക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും
പ്രത്യേകിച്ച് സ്ത്രീകള് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാമായി എന്ന് കരുതുകയാണ്. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മനഃശാസ്ത്രം നന്നായി മനസ്സിലാക്കണം. പുരുഷന് സ്നേഹമെന്നത് ശാരീരികമായ ആകർഷണവും സന്തോഷവുമാണെങ്കിൽ സ്ത്രീക്ക് സെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ലൈംഗിക അവയവം എന്ന് പറയുന്നത് തലച്ചോറാണ് എന്നാണ് മനഃശാസ്ത്രം അവകാശപ്പെടുക. നമുക്കറിയാം, തലച്ചോറിന് ഉത്തേജനം കിട്ടിയാലേ സ്ത്രീകളില് സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക് ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി സ്നേഹത്തിന്റെ, സ്പർശനത്തിന്റെ, പ്രോത്സാഹനത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും സ്ത്രീകൾ ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും പുരുഷന്മാർക്ക് സാധിക്കുന്നില്ല. കാരണം അവർക്ക് സ്നേഹമെന്ന് പറയുന്നത് ശാരീരികമായ സന്തോഷമാണ്. ഒരു ക്ഷണനേരത്തെ സന്തോഷമാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരുപാട് സമയത്തിന്റെയും ഒരുപാട് ഒരുക്കത്തിന്റെയും ആവശ്യമുണ്ട്. പലപ്പോഴും കുടുംബജീവിതത്തിലേക്ക് തിരിയുമ്പോൾ പല സ്ത്രീകളും ലൈംഗികമായ ജീവിതത്തോട് ഒട്ടും താല്പര്യം കാണിക്കാത്തതിന്റെ കാരണം ആ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്ന ലൈംഗിക സംതൃപ്തിയാണെന്ന് പലപ്പോഴും ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്നില്ല. ഇവിടെയും സെക്സിനെക്കുറിച്ചും അതിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കാനായിട്ട് സ്ത്രീക്കും പുരുഷനും സാധിക്കണം. ഇതേക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ മനസ്സിൽ പുരുഷനെന്ന് പറയുന്ന ഒരു വീരപരാക്രമിയായിരിക്കണം എന്നാണ് പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളുടെ സ്വാധീനം ശക്തിപ്പെട്ടു. സിനിമയിൽ കാണുന്നത് പോലെ തങ്ങളുടെ ഭാര്യമാര് സിനിമാ നടിയെപ്പോലെ സുന്ദരിയായിരിക്കണം, എല്ലാറ്റിന്റെയും പൂർണ്ണതയായിരിക്കണമെന്ന് ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നു. പുരുഷന്മാരെല്ലാം തികഞ്ഞവരായിരിക്കണമെന്ന്, തങ്ങളെ സ്നേഹം കൊണ്ട് പൊതിയുന്നവരായിരിക്കണമെന്ന് ഭാര്യമാർ ആഗ്രഹിക്കുന്നു. പക്ഷേ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സ്വപ്നങ്ങള് പലപ്പോഴും തകർന്നടിയുകയാണ്. അതുകൊണ്ട് സെക്സ്, ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് വിവാഹത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഏത് പ്രായത്തിലാണ് ഇതിന് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം മരിക്കുവോളം സെക്സ് എന്ന് പറയുന്നത് ഒരാവശ്യമാണ്. പലപ്പോഴും സ്ത്രീകൾക്ക് മെനപ്പോസ് ആയി കഴിഞ്ഞാൽ ഇതിനോട് യാതൊരു താല്പര്യവും പല സ്ത്രീകളും കാണിക്കാതെ പോകുമ്പോൾ ദാമ്പത്യധർമ്മം എന്ന് പറയുന്ന മഹത്തായ ഒരു ദൗത്യം സ്ത്രീകൾ മറക്കുകയാണ് എന്ന് പലപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല. സെക്സിനെ ദാമ്പത്യധർമ്മമെന്നാണ് ക്രൈസ്തവ ധാർമ്മികതയിൽ പറയുന്നത്. ആ ധർമ്മത്തിന് ഒരു അനുഷ്ഠാനമുണ്ട്. അതുപോലെ ആ അനുഷ്ഠാനത്തിന് നിർബന്ധിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ശക്തമായ സ്നേഹത്തിലെ സെക്സിന് പ്രാധാന്യമുള്ളൂ. ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടാനാകുന്നില്ലെങ്കിൽ ശരീരത്തെ തൊട്ടിട്ട് അത് ഒരു ശാപമായിട്ട് മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്ന് മനഃശാസ്ത്രം കൃത്യമായിട്ടും നമുക്ക് പറഞ്ഞു തരുന്നു. സ്നേഹമില്ലാത്ത സെക്സ് ബലാത്സംഗത്തിന് തുല്യമാണെന്ന് ഭാര്യ ഭർത്താക്കന്മാര് മനസ്സിലാക്കണം. ഈ സെക്സ് എന്ന് പറയുന്ന ഒരു നിമിഷത്തേക്ക്, അല്പസമയത്തേക്ക് മാത്രമല്ല നമ്മുടെ സ്നേഹം ഒതുങ്ങേണ്ടത്. ജീവിതത്തിൽ 24 മണിക്കൂറും നമ്മുടെ ജീവിതങ്ങളെ തടുകിയുണർത്തുന്ന സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, പരസ്പര സമർപ്പണത്തിന്റെ ബലത്തിൽ മാത്രമേ ഈ സെക്സിന് അർത്ഥം കൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് വിവാഹ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. സംശയരോഗം എന്ന് പറയുന്ന ഒരു ചെകുത്താൻ ഇന്ന് കുടുംബങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 21ാം നൂറ്റാണ്ടിന്റെ ശാപമാണ് സംശയരോഗം എന്ന് ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നു. എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും ഒരുപാട് സംശയങ്ങൾക്കിന്ന് അടിമപ്പെട്ടു പോകുന്നത്? അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹവാത്സല്യങ്ങളിലേക്ക് തിരിയേണ്ടി വരും. ചെറുപ്പകാലത്ത് മക്കൾക്ക് കിട്ടാതെ പോകുന്ന സ്നേഹം, മാതാപിതാക്കളിൽ നിന്ന് കിട്ടാതെ പോകുന്ന വിശ്വാസം പലപ്പോഴും കുട്ടികളെ സംശയമുള്ളവരായിട്ട് മാറ്റാനായിട്ട് ഇടയാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ വിശുദ്ധി, ജീവിതത്തിന്റെ പാതി വഴിയിൽ വിശുദ്ധി നഷ്ടപ്പെട്ട പുരുഷനും സ്ത്രീയും ജീവിത പങ്കാളിയെ സംശയിക്കുക തന്നെ ചെയ്യും. ഞാൻ ഓർക്കുകയാണ്, കണ്ണുനീരുകൊണ്ട് വേദനിക്കുന്ന ഒരു ഭാര്യ. കാരണം ജോലിക്ക് പോകുന്ന ഭർത്താവ് ചില ദിവസങ്ങളിൽ ഒരു മുന്നറിയിപ്പും കൂടാതെ ഇടയ്ക്ക് വീട്ടിൽ വരും. വീട്ടില് ആരെങ്കിലും വന്നു പോകുന്നുണ്ടോ
ആരെങ്കിലും വലിച്ച് സിഗരറ്റിന്റെ കുറ്റികളോ മുറ്റത്തോ മുറിക്കുള്ളിലോ കിടക്കുന്നുണ്ടോ? പുരുഷന്മാരിൽ സംശയരോഗം കൂടുതലുണ്ട് എന്ന് പറയുമ്പോഴും സ്ത്രീകളും അതിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ ഓഫീസിലേക്ക് നിരന്തരം ഫോൺ വിളിച്ചുകൊണ്ട് ഭർത്താവ് എവിടെ തന്നെയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഭാര്യ. ഈ സംശയങ്ങൾക്ക് എന്താണ് ഉത്തരം കൊടുക്കാനുള്ളത്? ഒരു പരിധിവരെ ഇത് മാനസിക വൈകല്യം തന്നെയാണ്. ഇതിന് ഇന്ന് ശക്തമായ രീതിയിൽ കൗൺസിലിംഗും മരുന്നും ആവശ്യമുണ്ട്. പലപ്പോഴും സംശയങ്ങൾ കടിമപ്പെടുമ്പോൾ ആ വ്യക്തികൾക്ക് തിരിച്ചറിയാനോ അതിന് സമ്മതിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യം. എങ്ങനെയാണ് ഇതിൽ നിന്നും കുടുംബങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ നിങ്ങൾക്ക് മക്കളോടുള്ള സമർപ്പണത്തിലേക്കാണ് എത്തി നിൽക്കേണ്ടത്. ചെറുപ്പനാളുകളിൽ മക്കളെ സ്നേഹിച്ചു വളർത്താനായിട്ട് അതോടൊപ്പം അതിരുകവിഞ്ഞ വാത്സല്യം കൊടുക്കാതെ അരുതുകൾ കൽപ്പിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കുമ്പോഴാണ് അവരോടുള്ള സ്നേഹത്തിന്റെ സമർപ്പണം പൂർണ്ണമാകുന്നത്. വിവാഹ ജീവിതത്തെ ഒരു 3 ഘട്ടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലം, അല്ലെങ്കിൽ മധുവിധുവിന്റെ കാലം. ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് വൈകാരിക തലത്തിന്റെ മാത്രം കാലമാണെന്ന് പറയാം. ഇതില് പുരുഷൻ സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടുമുള്ള സ്നേഹത്തെ സ്നേഹമെന്ന് വിശേഷിപ്പിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കില്ല. അതൊരു കാമത്തിന്റെ തലത്തിൽ മാത്രം നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ ശരീരത്തിന്റെ ബാഹ്യമായ കാര്യങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് സ്നേഹിക്കുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്നൊരു കാലം. ഇവിടെ വൈകാരികതയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ മധുവിധു കാലം വളരെ ശക്തമായ രീതിയിൽ വൈകാരിക തലത്തിൽ സ്നേഹത്തിന്റെ ചലനം ഉണ്ടാക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ പുരുഷനെ സൈനിക ജോലിക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും ജോലിക്ക് വേണ്ടിയോ പറഞ്ഞുവിടരുത്. അവനെ വീട്ടിൽ ഭാര്യയോടൊത്ത് വസിക്കാൻ അവനെ സ്വതന്ത്രമായിട്ട് പറഞ്ഞുവിടണമെന്ന്. കാരണം ഭാര്യയോടൊപ്പം സ്വതന്ത്രമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട്, യാത്രയ്ക്ക് പോകാനായിട്ട്, ആഘോഷവേളകൾ പങ്കിടാനായിട്ട് സാധിക്കുമ്പോൾ അവർ സൃഷ്ടിക്കുന്ന ഒരു ശക്തമായ വൈകാരിക ബന്ധം, ഇത് ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമാണ്. അതിനൊത്തിരി അർത്ഥമുണ്ട് പിന്നീടുള്ള കാലഘട്ടത്തിലും. രണ്ടാമത്തെ കാലഘട്ടമെന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഒരു 55-60 വയസ്സ് വരെയുള്ള കാലമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സ്നേഹം കാമത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് വഴിമാറുകയാ. ഒരു ശക്തമായ രൂപാന്തരീകരണത്തിന്റെ കാലഘട്ടമുണ്ട് ഇവിടെ ആദ്യ നാളുകളിൽ കേട്ടതും കണ്ടതുമായ പല കാര്യങ്ങളും ഭർത്താവിനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമുള്ളത് യാഥാർത്ഥ്യമല്ലെന്ന് 2 കൂട്ടരും മനസ്സിലാക്കുകയാണ്. ഭർത്താവിന്റെ തനിരൂപം അതുപോലെ കാണുന്ന ഭാര്യയുടെ തനിരൂപം അതുപോലെ കാണുന്ന ഭർത്താവ്. ഇവിടെയാണ് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ആരംഭിക്കുന്നത്. സൗന്ദര്യ പിണക്കങ്ങൾക്കും ജീവിതത്തിൽ സ്ഥാനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഇവിടെ ചെയ്യേണ്ട വലിയൊരു കാര്യമുണ്ട്. ഓരോ ഭാര്യയും തന്റെ ഭർത്താവിന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയണം. എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി 23ാമത്തെ വയസ്സിൽ അവളെ വിവാഹം കഴിച്ചയച്ചു. വീട്ടിലെ ഒരേ ഒരു പുത്രിയാണ്. അവളുടെ താഴെ ഒരു ആൺകുട്ടിയുണ്ട്. അവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഈ പെൺകുട്ടിയായിരുന്നു ഈ കുടുംബത്തിലെ താരം. മാതാപിതാക്കൾ ഒരുപാട് സ്നേഹിച്ചു. അനുജനെ ഏറെ ഇഷ്ടമാണ്. ഈ കുട്ടിയുടെ വിവാഹം അടുക്കും തോറും ഈ കുട്ടിക്കും മാതാപിതാക്കൾക്കും സങ്കടമാണ്. കാരണം വീടിന്റെ പ്രകാശമായിരുന്ന പുത്രി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം. വിവാഹത്തിന്റെ തലേ ദിവസം ആ വീട്ടിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നു. ഒത്തിരി സങ്കടത്തോടെ നിലവിളിയോടെ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, മരിച്ചു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിനി ഈ വീടില്ലല്ലോ. ഞാനൊരു വേറൊരു വീട്ടിലേക്ക് പോകണം. എനിക്ക് പരിചയമില്ലാത്ത പുരുഷൻ, ഭർത്താവിന്റെ വീട്ടുകാര് എന്നെ കൊന്നുകളയുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. നാളെ ഞാൻ എവിടെ നിന്ന് പോകുമോ എന്ന് എനിക്കറിയില്ല. നിറമെഴുകളോടെ അപ്പനും അമ്മയും പറഞ്ഞു, ഇവളെ പിരിയുന്ന കാര്യം ഓർക്കാൻ പറ്റുന്നില്ല. ഇവൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ ഈ വീട്ടിൽ ശൂന്യത നിറയും. എങ്ങനെയാണിത് സഹിക്കുക, നേരിടുക എന്നറിയാൻ പാടില്ല. ഏക സഹോദരൻ കണ്ണു തുടച്ചുകൊണ്ട് മുറിയിലേക്ക് കടന്നുപോയി. പിറ്റേ ദിവസം വിവാഹം സമംഗളം നടന്നു. ഭർത്താവിന്റെ കൂടെ പോകുന്ന സമയത്ത് ഒരുപാട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മാതാപിതാക്കളെ ചുംബിച്ച് ആ പെൺകുട്ടി കടന്നുപോയി. വൈകുന്നേരം
ഈ കുട്ടിയുടെ അപ്പച്ചൻ മഠത്തിൽ വന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരുപാട് സങ്കടത്തോടെ പറഞ്ഞു, ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് കാളരാത്രിയാ, കൊച്ചില്ലല്ലോ വീട്ടില്. ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. 6 മാസങ്ങൾക്ക് ശേഷം വഴിയിൽ വെച്ചൊരിക്കൽ ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടു. ഞാൻ അവളോട് ചോദിച്ചു, മോളെ നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമാ സിസ്റ്ററെ. നീ വീട്ടിലൊക്കെ പോകാറുണ്ടോ? അവള് പറഞ്ഞു, വീട്ടിൽ പോയിട്ട് 4 മാസമായി. എന്റെ വീട്ടിൽ നിന്ന് പോകുന്നത് എനിക്ക് മരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടിക്ക് എന്താ പറ്റിയേ? അവള് കൂട്ടിച്ചേർത്തു, വീട്ടിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഭർത്താവിന് വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ വന്നു. ഞാൻ പോയാൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ ആരുമില്ല. ഡിസംബറില് ചൂടുവെള്ളം വേണം. ആരാണ് കൃത്യസമയത്ത് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത്? പിന്നെ തനിച്ചാക്കിയിട്ട് പോകുമ്പോൾ എനിക്ക് പേടിയാ, ഷുഗറിന്റെ മരുന്ന് കഴിക്കാതിരുന്നാലോ. ഇന്നലെ വരെ ഭർത്താവിന്റെ വീടിനെ ഭാരമായി കണ്ട ഈ പെൺകുട്ടി എങ്ങനെയാണ് ഭർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്യുന്നത്? ഇവിടെയാണ് ഭർത്താവിന്റെ സംഗന്ത് എന്നൊരു ഭാര്യ അറിയേണ്ടത്. അതുപോലെ എന്റെ ജീവിത പങ്കാളിയുടെ വീക്ക്നെസ് എന്താണ്, അവളുടെ അല്ലെങ്കിൽ അവന്റെ ബലഹീനത എന്താണെന്ന് തിരിച്ചറിയണം. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും സ്വന്തം വീട്ടിൽ പോകാത്ത ഒരു സ്ത്രീയെ എനിക്കറിയാം. കാരണം ഭർത്താവിന് വലിയൊരു ബലഹീനതയുണ്ട്. തന്റെ അസാന്നിധ്യത്തിൽ വീട്ടുജോലിക്ക് വരുന്നവരോട് വളരെ പെട്ടെന്ന് അടുപ്പം സ്ഥാപിക്കും എന്ന് ഈ സ്ത്രീ മനസ്സിലാക്കുന്നു. ആ സ്ത്രീയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, എന്റെ ഭർത്താവിന്റെ ബലഹീനത ഇതാണെന്ന് മനസ്സിലാക്കിയാൽ അത് ഒഴിവാക്കേണ്ടത് ഞാനല്ലേ, കൈവിട്ടുപോയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെയാണ് പരസ്പരം മനസ്സിലാക്കലിന്റെ സുവിശേഷം നാം തിരിച്ചറിയേണ്ടത്. ജീവിത പങ്കാളിയെ മനസ്സിലാക്കുക ഒരു സുവിശേഷം തന്നെയാണ്. ഈ സുവിശേഷം പരാജയപ്പെടുന്നതാണ് ഇന്ന് വിവാഹമോചനങ്ങള് കൂടി വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിന്റെ 2ാമത്തെ ഘട്ടത്തില് പരസ്പരം മനസ്സിലാക്കാനായിട്ടും സ്നേഹിക്കാനായിട്ടും സാധിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്. വിവാഹം എന്നതൊരു ഉടമ്പടിയാണെങ്കിൽ, മരണം വരെ നിലനിൽക്കുന്ന വിശുദ്ധമായൊരു കർമ്മമാണെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ഒരുക്കങ്ങൾ ആവശ്യമാണ്. വിവാഹം ആഘോഷിക്കാൻ ഒരുങ്ങിയാൽ പോരാ, ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ ഒരുപാട് ഒരുങ്ങണം. ഇന്ന് പ്രീക്കാന എന്ന് പറയുന്ന ഒരാഴ്ചത്തെ കോഴ്സിൽ മാത്രം നമ്മൾ ഈ ഒരു ഒരുക്കം ഒതുക്കി നിർത്തുന്നു. അവിടെ എല്ലാമായി എന്ന് നമ്മൾ കരുതുന്നു. 30 ദിവസത്തെ അവധിക്ക് വീട്ടിൽ വരുന്ന ചെറുപ്പക്കാരൻ, അതിനുള്ളിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഒത്തുകല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. ഇത്ര നിസ്സാരമായി കാണേണ്ടതാണോ ഒരു വിവാഹ ജീവിതത്തെ? അതുപോലെ തിരിച്ചറിയണം, പ്രേമവിവാഹങ്ങൾ ഇന്ന് കൂടി വരുന്നു. 3ാമതൊരാളുടെ വിവേകത്തിന്റെ ബലം വേണം ഓരോ വിവാഹ ജീവിതത്തിനും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടി, വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി, പ്രേമവിവാഹമായിരുന്നു. നല്ല സാമ്പത്തിക നിലവാരവും വിദ്യാഭ്യാസവുമുള്ള പെൺകുട്ടി. ഇഷ്ടപ്പെട്ട ചെറുക്കനോടൊപ്പം ഇറങ്ങിപ്പോയപ്പോൾ ഓർത്തില്ല ഇത്ര പെട്ടെന്ന് കണ്ണുനീരിന്റെ കാഴ്ച കയ്യിലെടുക്കേണ്ടി വരുമെന്ന്. ആ കുട്ടി പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് വിവേകമില്ലാതെ പോയി. ഇന്ന് മക്കളുടെ ഇഷ്ടത്തിനു വേണ്ടി മാതാപിതാക്കൾ തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായും വിവാഹത്തിലേക്ക് അവരെ നയിക്കുമ്പോൾ അവരുടെ ഇഷ്ടം നമ്മൾ ചോദിക്കണം. പക്ഷേ അവരുടെ ഇഷ്ടത്തോടൊപ്പം മുതിർന്ന ഒരാളുടെ അല്ലെങ്കിൽ 3ാമതൊരാളുടെ വിവേകത്തിന്റെ തീരുമാനം ആവശ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. വിവാഹം എന്നത് ഒരു 2 വ്യക്തികൾ മാത്രമുള്ള ഒരു ആഘോഷമല്ല, 2 കുടുംബങ്ങളുടെ ആഘോഷമാണ്. ആ കുടുംബ ബന്ധങ്ങളുടെ ശക്തിയിലെ വിവാഹ ബന്ധങ്ങൾ ശക്തിപ്പെടുകയും വളരുകയുമുള്ളൂ. 2ാമതായിട്ട് ഇന്ന് ധനത്തോട് ആകർഷണം കൂടി. പണ്ടൊക്കെ വിവാഹങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ നിലവാരത്തിലൊത്തത് മതി എന്ന് പറയാൻ മുതിർന്ന കാരണവന്മാർ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് ഒരു പരിധിവരെ നമ്മുടെ അപ്പച്ചന്മാര് ധനത്തെ സ്നേഹിച്ചപ്പോൾ, അമ്മമാര് സ്വർണത്തെ സ്നേഹിച്ചപ്പോൾ നമ്മൾ പറയാൻ തുടങ്ങി, ജീവിതത്തിന്റെ അവസ്ഥകൾ എന്തു തന്നെയായാലും വേണ്ടില്ല, പണമുള്ള വീട്ടിലെ കുട്ടി മതി. MA പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വെറും 10ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ വന്ന വൈരുദ്ധ്യം വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയിൽ ശക്തമായ അപകർഷത സൃഷ്ടിച്ചു.
അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെയും കൊണ്ട് പുറത്തു പോകാൻ ഈ ഭർത്താവ് ഒരിക്കലും സന്മനസ് കാണിച്ചില്ല. 4 പേരുടെ മുൻപിൽ തന്നോളം വിദ്യാഭ്യാസമില്ലാത്ത ഭാര്യയെ എങ്ങനെയാണ് കൂടെ നിർത്തി ഭാര്യയാണെന്ന് പറയാൻ സാധിക്കുക? കൂട്ടുകാരുടെയൊക്കെ ഭാര്യമാര് വിദ്യാഭ്യാസമുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി വിവാഹം ചെയ്തത്? ഈ പെൺകുട്ടി ഇഷ്ടം പോലെ ധനമുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു. പണത്തിനു മീതെ പരുന്തും പറക്കും എന്നാണല്ലോ ചൊല്ല്. പണത്തെ മോഹിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ വൈരുദ്ധ്യമുള്ള പെൺകുട്ടിയെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചപ്പോൾ കാലക്രമത്തിൽ അവരുടെ ജീവിത സന്തോഷത്തിന്റെ താളം തെറ്റി. രണ്ടാമതായിട്ട് പലപ്പോഴും പല ചെറുപ്പക്കാരും എന്ന് പറയാറുണ്ട്, തന്നേക്കാൾ സൗന്ദര്യം കുറവുള്ള പെണ്ണിനെ മതി, എന്നാൽ അവളെ ആരും നോക്കുകയില്ലല്ലോ. അത് വെറുതെയാ. ഒരു നിമിഷം ഇത് ചിന്തിക്കുമെങ്കിലും നാളെ തന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകാനായിട്ട് മടിക്കുന്ന ഭർത്താക്കന്മാര്, അല്ലെങ്കിൽ ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് മടിക്കുന്ന ഭാര്യമാര് തിരിച്ചറിയണം, ആരോഗ്യം, സൗന്ദര്യം, ജോലി, വിദ്യാഭ്യാസം, സമ്പത്ത്, ഈ മേഖലയിലെല്ലാം ഒരു അനുരൂപണം ആവശ്യമാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ വിവാഹം ആലോചിക്കുമ്പോൾ ഒരു തുല്യത, സമ്പത്തിന്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഉറപ്പുവരുത്തണം. ചില ചിന്താഗതികൾ അതിനുമപ്പുറം പല കാര്യങ്ങൾ നമ്മളോട് പറയുമെങ്കിലും ജീവചരിത്രങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത്തരം തീരുമാനങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് പാകപ്പിഴകളാണ്. എത്രയോ കുടുംബങ്ങളാണ്, ബന്ധങ്ങളാണ് ഇതിന്റെ പേരിൽ തകർന്നു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് എപ്പോഴാണ് ജീവിത പങ്കാളിയുടെ കൂടെ നിൽക്കുക എന്ന് ചോദിച്ചാൽ, എവിടെയൊക്കെ ജീവിത പങ്കാളി പരാജയപ്പെടുന്നുവോ അവിടെ എന്ന് ഞാൻ പറയും. ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ സമീപത്ത് ഒരു കുടുംബം താമസിച്ചിരുന്നു. വിവാഹത്തിന്റെ ശേഷം 3-ാം വർഷം ആക്സിഡന്റിൽപ്പെട്ട് തളർന്നുപോയ ഭർത്താവ്. 20 വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കല് ആ ഇടവകയിലെ യുവജനങ്ങള് ഭവനം സന്ദർശിക്കുമ്പോൾ ഈ കുടുംബത്തിലെ നാഥയോട് ചോദ്യം ചോദിച്ചു. ആ സ്ത്രീ ഒത്തിരി സിനിമ കാണുന്ന സ്ത്രീയാണ്. കാരണം ഭർത്താവ് കിടപ്പ് രോഗിയാണ്. ഭർത്താവിനോടൊപ്പം ഇരുന്ന് സിനിമ കാണാനായിട്ട് ആ സ്ത്രീ സമയം കണ്ടെത്തും. നിങ്ങൾ ഒരുപാട് സിനിമയൊക്കെ കാണാറില്ലേ? അതിന്റെ വെളിച്ചത്തില് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമാ നടൻ അല്ലെങ്കിൽ നായകൻ ആരാണ്? ആ സ്ത്രീ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എന്റെ ഭർത്താവിനോ പോലെ സൗന്ദര്യമുള്ള ഇഷ്ടപ്പെടുന്ന ഒരു നായകനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞപ്പോൾ 20 വർഷം തളർന്നു കിടന്ന ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊഴിയുന്നത് കാണേണ്ടതായിരുന്നു. ജീവിത പങ്കാളിയുടെ തകർച്ചയുടെ മുൻപിൽ കൂടെ നിൽക്കാൻ സാധിക്കുന്ന സ്ത്രീകളെ ജീവിതത്തിന്റെ സമർപ്പണം ബലിചൈതന്യത്തിൽ പൂർത്തിയാക്കുന്നുള്ളൂ. ഇത് പറയുമ്പോൾ എത്രയോ സ്ത്രീകള് ഒരു ബലിയാടുകളെ പോലെ, പഴയ നിയമത്തിൽ മനുഷ്യന്റെ പാപം മുഴുവൻ ചുമലിൽ ഏറ്റുവാങ്ങി ഒരു കുഞ്ഞാടിനെ കാട്ടിലേക്ക് പറഞ്ഞുവിടുന്ന പതിവുണ്ടായിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പാപഭാരം മുഴുവൻ തോളിൽ ഏറ്റുവാങ്ങി ബലിയാടുകളായി മാറി ഭർത്താവിനും മക്കൾക്കും വേണ്ടി രക്ഷയുടെ ചൈതന്യം ഏറ്റുവാങ്ങുന്ന ഒരുപാട് ഭാര്യമാരെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഭർത്താക്കന്മാരെയും ജീവിതത്തിന്റെ നല്ല കാലഘട്ടത്തില് ക്യാൻസർ എന്ന രോഗം വന്ന് അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ജീവിതത്തിന്റെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയൊരു സ്ത്രീ, നിരാശയ്ക്ക് വഴിപ്പെട്ട സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ 2ാമത് വിവാഹം കഴിക്കണം, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊള്ളാം, കാരണം ഇവർക്ക് മക്കളില്ല എന്നത് സ്ത്രീയുടെ പ്രശ്നമാണെന്നും അവൾക്കറിയാം. ഭർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ ജീവിച്ചാലും മരിച്ചാലും അത് നിന്നോടൊപ്പം മാത്രമാണ്. സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും ഒരുപോലെ നിന്നെ സ്നേഹിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ടുകൊണ്ടാണ് ഞാൻ തമ്പുരാനോട് പറഞ്ഞത്. ഇവിടെയാണ് ഭാര്യയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭർത്താവ്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എന്തുമാത്രം അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ നമ്മൾ ചോദിക്കും, വിവാഹ ജീവിതത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുടെ മുൻപിൽ മാത്രം ബലിയുടെ ചൈതന്യം കാത്തുസൂക്ഷിച്ചാൽ മതിയോ? ഒരു പരിധിവരെ ഇന്ന് ചെറുപ്പക്കാര് തകർന്നു വീഴുന്ന ഒരു കാര്യമുണ്ട്. കുടുംബജീവിതത്തിന്റെ വിവാഹത്തിന്റെ ആദ്യ നാളുകളില്
വളരെ സ്നേഹപൂർവ്വം പഴയ കാലഘട്ടങ്ങളെ വിളിച്ചു പറയുന്ന ഭാര്യയും ഭർത്താവും. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞിട്ട് ചെറുപ്പക്കാരിയോട് ചോദിക്കും, നിനക്കുമുണ്ടല്ലോ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ. ഭർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ എവിടെയോ സംഭവിച്ചു പോയ ചില കുറവുകളെ ഏറ്റുപറയുന്ന ഭാര്യ. ഈ കാരണങ്ങളാണ് ഭാവി ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തിൽ കല്ലുകടിക്കാനായിട്ട് പലപ്പോഴും ഇടവരുന്നത്. നിന്റെ ജീവിതം ഇങ്ങനെയായിരുന്നെങ്കിൽ ഇനിയും നീ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിധിയെഴുതുന്ന ഭർത്താവ്. സംശയത്തോടെ ഭാര്യയെയും ഭർത്താവിനെയും കാണാനായിട്ട് തുടങ്ങുന്ന ജീവിത പങ്കാളികള്. ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ മാസം വിവാഹം ചെയ്ത അനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവൻ തിരിച്ചറിയുകയാണ്, ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ വിവാഹത്തിന് മുൻപ് 2 പ്രാവശ്യം അബോർഷൻ നടത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഇത് വെളിപ്പെട്ട് കിട്ടുന്ന നിമിഷങ്ങൾ. ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, ഇവളെക്കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു, വേണ്ട എന്ന് തോന്നുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ, അതുകൊണ്ട് അൽത്താരയിൽ വെച്ച് ദൈവം വിശദീകരിച്ച് തന്നതല്ലേ, ഇന്നു മുതൽ മരണം വരെ എന്നല്ലേ പറഞ്ഞത്, ഇന്നലെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നു മുതൽ മരണം വരെ എന്നാണ് ദൈവം പറഞ്ഞതെങ്കിൽ അവളുടെ ഇന്നലകളിലേക്ക് ഞാൻ തിരിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൈക്ക് പിടിച്ച് നെഞ്ചോട് ചേർത്ത് നിൽക്കാൻ സാധിക്കണമെങ്കിൽ ശക്തമായ ഈശ്വര വിശ്വാസത്തിന്റെ ബലം നമുക്ക് വേണം. പ്രിയ മാതാപിതാക്കളെ, മാതാപിതാക്കളുടെ ജീവിത പങ്കാളിയുടെ സമർപ്പണത്തിന് ബലമെന്ന് പറയുന്നത് ഈ ഈശ്വര വിശ്വാസം തന്നെയാണ്. ശക്തമായ ജീവിതത്തിന്റെ അഭിഷേകത്തിൽ മാത്രമേ ഭാര്യയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്യാൻ ഭർത്താവിനും, ഭർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്യാൻ ഭാര്യയ്ക്കും സാധിക്കുകയുള്ളൂ. ജീവിതത്തിന്റെ ഒരു 3-ാം ഘട്ടമുണ്ട്. അത് മക്കൾ വലുതായി കഴിഞ്ഞ് മക്കളൊക്കെ പഠിച്ച് വിവാഹം കഴിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു കാലമാണ്. ഒരുപക്ഷെ നമ്മൾ കരുതും നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കള് ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത് ഈ കാലഘട്ടത്തിലാണെന്ന്. ഒരിക്കലുമല്ല. ഇന്നലെ വരെ നേടിയെടുത്തതൊക്കെ മക്കൾക്ക് വേണ്ടി വിഭജിച്ചു കൊടുത്തു. തന്റെ കരങ്ങൾ ശൂന്യമായി, തനിക്കൊന്നുമില്ല എന്ന ദുഃഖം. സ്വത്ത് വിഭജിക്കുന്ന സമയത്ത് നെഞ്ചുനീറുന്ന അപ്പച്ചന്മാരെ തിരിച്ചറിയാനായിട്ട് പ്രിയമക്കളെ നിങ്ങൾക്ക് സാധിക്കണം. അതൊരു സ്വാഭാവികതയാണ്. ഇന്നലെ വരെ വീടിന്റെ അധിപതിയായി വാണ അമ്മയുടെ സ്ഥാനത്തേക്കാണ് ഒരു മകന്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ കടന്നു വരുന്നത്. അവളെ സ്വീകരിക്കാനുള്ള അമ്മയുടെ നീറ്റൽ. ഈ 2 നീറ്റലും ഒരുപോലെ ഏറ്റെടുക്കുന്ന അപ്പനും അമ്മയും വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവർ ഏറ്റെടുക്കുന്ന ഒരു ശൂന്യതാബോധമുണ്ട്. ഇവിടെയാണ് ചെറുപ്പക്കാരായ മാതാപിതാക്കള് പ്രായം ചെന്ന മാതാപിതാക്കളെ സ്നേഹിക്കാനും മക്കളെ കൊണ്ട് സ്നേഹിപ്പിക്കാനും ശ്രമിക്കേണ്ടത്. അങ്ങനെ സമർപ്പണമെന്ന് പറയുന്നത് രൂപാന്തരീകരിക്കപ്പെടുകയാണ്. ജീവിത പങ്കാളിയോടുള്ള സമർപ്പണം മാതാപിതാക്കളിലേക്കും അവസാനം മക്കളിലേക്കും എത്തി നിൽക്കുന്നു. ഇതിന് ശക്തമായ ഈശ്വരവിശ്വാസത്തിന്റെ ബലം നമ്മൾ മുറുകെ പിടിക്കണം. ഞാന് വിവാഹമെന്ന കൂദാശ ഉടമ്പടിയാണെന്നും അത് ദൈവം സ്ഥാപിച്ചതാണെന്നും അത് ജീവിത പങ്കാളിയുടെ ഏകാന്തതയ്ക്കൽ ഉത്തരമാണെന്നും പറഞ്ഞു തുടങ്ങിയത് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒന്ന് തിരിച്ചു വരികയാ. ഇത് ജീവിത പങ്കാളിയിൽ ഒരു സ്നേഹത്തിന്റെ അടിസ്ഥാന വികാരം സൃഷ്ടിക്കാനായിട്ട് സാധിക്കണം. അതിനേറ്റവും പ്രധാനപ്പെട്ടത് ആശയവിനിമയത്തിന്റെ, സമയത്തിന്റെ സമർപ്പണമാണ്. ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. വിവാഹമൊരുക്കുമ്പോൾ ശക്തമായ ഒരുക്കത്തിന്റെ കാലമുണ്ടാകണം. അതിനുവേണ്ടി ജോലിയുടെ കാര്യത്തില്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒരു അനുരൂപണം നമ്മൾ കരുതി വെക്കണം. 3-ാമതായിട്ട് പരസ്പര സമർപ്പണത്തിന് ഈശ്വര വിശ്വാസത്തിന്റെ ബലം കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ ആർക്കും ജീവിത പങ്കാളിയെ കുറവുകളോടും ബലഹീനതകളോടും കൂടെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിന് ജീവിത പങ്കാളിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒരുപോലെ നമ്മൾ അറിയണം. ശക്തമായ പ്രാർത്ഥനയുടെ അനുഭവം, സന്ധ്യാപ്രാർത്ഥനയുടെ ബലത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ, വിശ്വാസത്തിന്റെ ബലത്തിൽ, വചനത്തിന്റെ അഭിഷേകത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഒരുമിച്ച് നിർത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ. ഭവനം
എന്റെ ഭവനം. ദൈവത്തിന്റെ കൃപ നിറയും ഭവനം എന്റെ ഭവനം. ഈശോനാഥനായെന്നും വാഴുമെതിരെ, ഈശോനാഥനായെന്നും വാഴുമെതിരെ. തന്റെ ദൂതൻ എന്നും കാവൽ നിൽക്കും ഭവനം. തന്റെ ദൂതൻ എന്നും കാവൽ നിൽക്കും ഭവനം. ദൈവത്തിന്റെ കൃപ നിറയും ഭവനം എന്റെ ഭവനം. ദൈവത്തിന്റെ കൃപ നിറയും ഭവനം എന്റെ ഭവനം. ഉത്തമയായ ഭാരമെന്നും ദൈവത്തിന്റെ ഭാരം. ഉത്തമയായ ഭാരമെന്നും ദൈവത്തിന്റെ ഭാരം. സ്നേഹമിതിയ കാലമെന്നും ഈശ്വരന്റെ സമ്മാനം. സ്നേഹമിതിയ കാലമെന്നും യേശുവിന്റെ സമ്മാനം. ആനന്ദത്താൽ പ്രയാണം കുടുംബം. ആനന്ദത്താൽ പ്രയാണം കുടുംബം. ദൈവത്തിന്റെ കൃപ നിറയും ഭവനം എന്റെ ഭവനം. ദൈവത്തിന്റെ കൃപ നിറയും ഭവനം എന്റെ ഭവനം. കർത്താവിന്റെ പാദമെന്നും കർത്താവിന്റെ പാദമെന്നും മഹിമ പാടി വാഴ്ത്തിടും. ഞാനുമെന്റെ ഗോത്രവും മഹിമ പാടി വാഴ്ത്തിടും. ആനന്ദത്താൽ കുടുംബം. ആനന്ദത്താൽ കുടുംബം. ദൈവത്തിന്റെ കൃപ നിറയും ഭവനം എന്റെ ഭവനം. ദൈവത്തിന്റെ കൃപ നിറയും ഭവനം എന്റെ ഭവനം. ഈശോനാഥനായെന്നും വാഴുമെതിരെ, ഈശോനാഥനായെന്നും വാഴുമെതിരെ. തന്റെ ദൂതൻ എന്നും കാവൽ നിൽക്കും ഭവനം. തന്റെ ദൂതൻ എന്നും കാവൽ നിൽക്കും ഭവനം. ദൈവത്തിന്റെ കൃപ നിറയും ഭവനം എന്റെ ഭവനം. ദൈവത്തിന്റെ കൃപ നിറയും ഭവനം എന്റെ ഭവനം.